ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ട് വളരെ രുചികരമായ ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മധുരക്കിഴങ്ങ് ഞാൻ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം കനം കുറച്ച് അരിയാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ പൊട്ടറ്റോ സ്ലൈസറിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്താലും മതി. എത്രത്തോളം കനം കുറച്ചരിയുന്നോ അത്രത്തോളം ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കട്ടി കൂടിയാൽ ചിപ്സ് നല്ല മുരിഞ്ഞു കിട്ടത്തില്ല. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഏകദേശം നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ ചിപ്സിന്. ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഏകദേശം ഒന്ന് കളർ മാറിയാൽ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിപ്സൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരയ്ക്കും നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോകരുത്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരല്പം മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ചിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.